ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ കൊച്ചിയിലെ എളമക്കരയിലെ ഒരു നേഴ്സറി അംഗനവാടിയിൽ നടന്ന ഒരു കൊച്ചിനെ പീഡിപ്പിച്ചെന്ന പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 20 വയസ്സുകാരൻ കാശിനാഥൻ. എന്താ അല്ലേ ഇതിനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇങ്ങനെയുള്ളതിനെയൊക്കെ അവൻ്റെ അമ്മ അംഗനവാടി ജീവനക്കാരിയാണ്, മറ്റേ ആയിട്ട് വർക്ക് ചെയ്യണയാണ്. അതിൻ്റെ കെയർ ഓഫിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് അംഗനവാടി ചെന്നിട്ട് പിള്ളേരെ മടിയിലിരുത്തും. ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ അംഗനവാടിയിലേക്ക് നമുക്ക് വേറൊരാൾക്ക് പ്രവേശിക്കാൻ അവകാശമില്ല. അതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള തിണ്ടിത്തരം അവൻ കാണിച്ചേക്കണേ. അതിൻ്റെ അമ്മ നിന്നു, അമ്മ കയറ്റി ഇരുത്തി. പലവട്ടം അവനെ വിലക്കിയതാണെന്നാണ് കേട്ടെ. കുട്ടികളെ മടിയിരുത്തണം, ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്, കുട്ടികളെ അടുത്തിരുത്തുന്നൊക്കെ. എന്നിട്ട് അവൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അവൻ ചെന്നുകൊണ്ടിരുന്നു. കൊച്ച് വീട്ടിൽ ചെന്ന് കുളിക്കണ സമയത്തോ ശുചിമ കയറിയ സമയത്ത് എന്തോ അസ്വസ്ഥകൾ പറഞ്ഞപ്പോഴാണ് പിള്ളേരോട് സ്നേഹത്തോട് പറഞ്ഞ് എന്തും പറയുമല്ലോ. അപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത്. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ എന്താ പറയുക, അറേബ്യകളുടെ രാജ്യത്തെ ശിക്ഷാവധിയിലെ ഇതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കുണ്ട് പിള്ളേർ. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസിച്ചാണ് ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത്. അന്നേരം കണ്ടവനും പോണവനൊക്കെ ഇങ്ങനെ വീടുകളിലേക്ക് വന്ന് കയറി പിള്ളേരെ തോന്നുവാസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വീട്ടിലിരിക്കും? നമ്മളൊരാളെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിട്ടാണല്ലോ നമ്മൾ പിള്ളേരെ നമ്മൾ സമാധാനത്തോടെ എങ്ങനെയും പോണത്. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് നമ്മൾ പഴി പറയേണ്ടത്? എനിക്കറിയത്തില്ല അത്. ഇങ്ങനെയുള്ളതിനൊക്കെ അപ്പം തന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ അറബി രാജ്യത്തുള്ള പോലെയൊക്കെ തീർത്ത് കളയുക. അല്ലാണ്ട് ഇങ്ങനെ വച്ചുകൊണ്ട് തന്നെ തീറ്റിപ്പോറ്റി ഇനിയും അവനെ തീറ്റിപ്പോറ്റിയിട്ട് എന്നാതിനാ? ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ് അവനെ പിടിച്ചത്. അങ്ങോട്ട് ആലുവയിൽ ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞട്ടെ. അതും വളരെ സാഹസികമായിട്ട് പോലീസുകാർ. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇവനെയൊക്കെ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗനവാടി പോണ പിള്ളേരെയൊക്കെ പോസ്കോ കേസൊക്കെ കൊടുത്തപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകളൊക്കെ അവൻ്റെ മേലെ ചുമത്തിയിട്ടുണ്ട്. ജീവനക്കാരിനെയൊക്കെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി ഇടപെട്ട്, ശിശുക്ഷേമ സമിതി ഇടപെട്ട് ഒക്കെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടെന്നത് കൊച്ചു പിള്ളേരെ പോലും കണ്ടാൽ മനസ്സിലാവാതും തിരിച്ചറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. പിള്ളേരേത്, അല്ലാത്തതിന് ഒരുപാട് നടക്കണ്ടല്ലോ, അവരുടെ കൂടെ ചെല്ലുന്നൂടെ? എന്തിനാണ് ഈ ഒന്നും അറിയാത്ത പിള്ളേരുടെ മേത്തിട്ട് കയറണേ? ഇപ്പം പൈസ കൊടുത്താൽ എന്താ കിട്ടൂലാത്ത? എല്ലാം കിട്ടൂലോ. ഒരു പരാതി ആർക്കും ഇല്ല. ഇപ്പോൾ ഒരുമിച്ച് താമസിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് റൂം എടുത്ത് വെച്ച് ഒരു കേസും ഇല്ല, ഒന്നുമില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാം, അതിനുള്ള നിയമമുണ്ട്. പിന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേത്തിട്ട് കയറണേ അതിനാണ് നീ മഹാവൃത്തിയായിട്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇവനൊക്കെ തീറ്റിപ്പോയിട്ടാണോ ഇനി ചെയ്യേണ്ടതുണ്ട്? അമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയ്ക്കും കൂട്ടുനിന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താ ചെയ്യണേ? കൊച്ചിയിൽ നടന്ന ദാരുണമായ സംഭവം അത് വാർത്ത കേട്ടിട്ട് തന്നെ നമുക്ക് എന്തോ, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറയാൻ തന്നെ നമുക്ക് നാളെ ഇത് പറയണ വേറെ ഒന്നുമല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ അംഗനവാടി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി പിള്ളേരെ എവിടെയെങ്കിലും ഡേ കെയറിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ പിള്ളേരോട് ചോദിക്കണം, കാര്യങ്ങൾ തിരിച്ചറിയണം. അവിടെ എന്താണ് നടക്കുന്നത്, ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടത്. ഇന്ന് എന്തായിരുന്നു ക്ലാസ്സിൽ കിടന്നത്, ഇന്ന് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ. നമ്മൾ ഓടിക്കയറി പിള്ളേരെ വലിയോട് തൊട്ടിട്ട് മൊബൈലും കൊടുത്ത് ഇരുത്തും അങ്ങനത്തെ ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ചോദിക്കണം. അത് സ്നേഹത്തോടെ ചോദിച്ചാൽ പിള്ളേരെല്ലാം പറയും. ആ പിള്ളേർക്കും സന്തോഷമാണ്. ഇന്ന് നടന്ന എന്തൊക്കെയാണ്, ഇന്ന് രാവിലെ പോയിട്ട് മക്കൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ടീച്ചർമാർ പറഞ്ഞു, ഇന്ന് എന്തൊക്കെ ഫുഡ് തന്നു, ഫുഡ് കഴിച്ചു, ആഹാരം കഴിച്ചോ, ബാത്റൂമിൽ പോയോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്കും ഒരു അറിയാനും പറയാനും ഒരു സമാധാനം സന്തോഷം ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പിള്ളേരും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡേ കെയറിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ എവിടെയും ഈ പറയും പോലെ ഡേ കെയറിലും അംഗൻവാടിയിലൊക്കെ വരുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്തായാലും അവന് നല്ല ശിക്ഷ കൊടുക്കട്ടെ. ഇനി ഒരിക്കലും ഒരു പിള്ളേർക്ക് ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് കരുതാം. ഓക്കെ, താങ്ക് യു, ബൈ.